Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഹെൽത്തി ഡിഷസ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് കുറേയധികം കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. ഈ സാലഡിൻ്റെ പേര് ഗോക്കമോളി എന്നാണ്. ഗോക്കമോളി എന്ന് പറഞ്ഞാൽ ഈ സാലഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. ഒരു മെക്സിക്കൻ ഡിഷാണ്. അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യുസിനാണ് മെക്സിക്കൻ ക്യുസിൻ. അപ്പോൾ ആ ഒരു മെക്സിക്കൻ ക്യുസിനിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് ഈ ഗോക്കമോളി എന്ന് പറയുന്ന സാലഡ്. വളരെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. വളരെ ഈസി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സാലഡ് അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഈ സാലഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഇത്രയും വെജിറ്റബിൾസ് ആണ് നമ്മൾ ഈ സാലഡിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 4 അവക്കാഡോ, 2 പഴുത്ത ടൊമാറ്റോ, 2 മീഡിയം സൈസിലുള്ള ഒനിയൻ, 3 ലെമൺ, കുറച്ച് മല്ലിയില, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 3-4 ഗ്രീൻ ചില്ലി. അപ്പോൾ അടുത്തതായി നമുക്ക് ഇതെല്ലാം എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യമായി തന്നെ നല്ല പഴുത്ത അവക്കാഡോ 4 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നമുക്ക് അവക്കാഡോ സ്കൂപ്പ് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത അവക്കാഡോ നമുക്കിന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം സാലഡ് മിക്സ് ചെയ്യാനുള്ള ഒരു ബോളിലേക്ക് നമുക്ക് ഇതിടാം. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിലും ഈ വീഡിയോയിലും ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് വെജിറ്റബിൾ അല്ലെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ആണ്. ഈ അവക്കാഡോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അവക്കാഡോ നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും കണ്ണുകളുടെ ഹെൽത്തിനും സ്കിന്നുകളുടെ ഹെൽത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. അവക്കാഡോയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുമാതിരി നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്ന വളരെയധികം ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് അവക്കാഡോ. ഇതിലെ മെയിൻ കണ്ടന്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഹെൽത്തി ഫൈബേഴ്സ് ഉണ്ട്. അതുമാതിരി തന്നെ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. ഫാറ്റ്സ് 2 തരം ഉണ്ട്, ഹെൽത്തി ഉണ്ട്, അൺഹെൽത്തി ഉണ്ട്. അപ്പോൾ അവക്കാഡോയിൽ കിട്ടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്. അതുമാതിരി തന്നെ ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും അവക്കാഡോ അല്ലാന്നുണ്ടെങ്കിൽ അവക്കാഡോ കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷസ് നമ്മളുടെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നിങ്ങളെല്ലാവരും അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവക്കാഡോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഷസ് ട്രൈ ചെയ്യുക. അത് വളരെയധികം കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് 2 ഡിഷസ് അവക്കാഡോ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അടുത്തായി നമ്മൾ 2 മീഡിയം സൈസിലുള്ള ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക്. അടുത്തായി നല്ല പഴുത്ത 2 ടൊമാറ്റോ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തായി നമുക്കൊരു 3 ഗ്രീൻ ചില്ലി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പൈസി ടോളറൻസിനനുസരിച്ച് 3-4 ഗ്രീൻ ചില്ലി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മളെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഐറ്റംസിലേക്ക് നമുക്കിതിടാം. അടുത്തായി നമ്മൾ കുറച്ച് മല്ലിയിലയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അടുത്തായി നമുക്കിതിലേക്ക് 3 നാരങ്ങയും കൂടെ പിഴിഞ്ഞ് വയ്ക്കാം. അടുത്തായി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കൈകൊണ്ട് വളരെ സ്മൂത്തായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗൈസ്, നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ അവക്കാഡോ സാലഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗോക്കമോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തായിട്ട് നമ്മളുടെ ഗോക്കമോളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണാൻ നല്ല കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഗോക്കമോളി നല്ല ടേസ്റ്റാണ്. നല്ല ബട്ടറി ടെക്സ്ചറാണ്. ചെറിയൊരു നമ്മളുടെ നാരങ്ങയുടെ പുളിയുണ്ട്. അതുമാതിരി നമ്മളുടെ അവക്കാഡോയുടെ ഒരു ക്രീമി ടെക്സ്ചർ, ടൊമാറ്റോ, ഒനിയൻ എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാതിരി വളരെ ഹെൽത്തിയാണ്. അതുമാതിരി തന്നെ നമ്മളുടെ ബോഡിക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡാണ്. ഈസി, ഹെൽത്തി ആൻഡ് വെരി ടേസ്റ്റി. അപ്പോൾ ഈ ഒരു സാലഡ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക.
പിന്നെ ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ഹെൽത്തി സാലഡ്സ് അല്ലെങ്കിൽ ഹെൽത്തി റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളുടെ ഫ്യൂച്ചർ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മളുടെ വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ കൂടുതൽ റീച്ച് കിട്ടാനും വളരെയധികം ആൾക്കാർക്ക് നമ്മളുടെ ഈ ഹെൽത്തി ആൻഡ് ടേസ്റ്റി സാലഡ് റീച്ച് ആവാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമായിട്ട് വീഡിയോസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാന്നുണ്ടെങ്കിൽ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് പുതിയ ഐഡിയാസും പുതിയ റെസിപ്പി കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെൻറ്റ് വീഡിയോ. ബൈ.